നമസ്കാരം. ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സുസ്ഥിര വികസനത്തിനായി പരമ്പരാഗത കയർ വ്യവസായത്തിന്റെ സ്പിന്നിംഗ് മേഖലയുടെ ആധുനികവൽക്കരണം എന്ന വിഷയത്തെ അധികരിച്ച് മേഖലാ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ജയിലുകളിൽ ജൈവ കർഷകരുടെ മക്കളില്ല എന്നതാണ് ജൈവ കർഷകരുടെ മഹത്വമെന്ന് ചലച്ചിത്ര താരവും കർഷകനുമായ അനൂപ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അക്ഷയശ്രീ അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിന്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ആലപ്പുഴ കൈതവന റോട്ടറി പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങ് റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജിൻസി റോജസ് ചടങ്ങിൽ അധ്യക്ഷയായി. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ 117-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ MLA സലാം കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു. 18 ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗനവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA സലാം ശ്രവണ സഹായി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സുസ്ഥിര വികസനത്തിനായി പരമ്പരാഗത കയർ വ്യവസായത്തിന്റെ സ്പിന്നിംഗ് മേഖലയുടെ ആധുനികവൽക്കരണം എന്ന വിഷയത്തെ അധികരിച്ച് മേഖലാ സെമിനാർ സംഘടിപ്പിച്ചു. കലവൂർ കയർ ബോർഡ് മേഖലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പഗോഡ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര വികസനത്തിനായി പരമ്പരാഗത കയർ വ്യവസായത്തിന്റെ സ്പിന്നിംഗ് മേഖലയുടെ ആധുനികവൽക്കരണം എന്ന വിഷയത്തെ അധികരിച്ച് മേഖലാ സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ കയർ ബോർഡ് മേഖലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പഗോഡ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മൊത്തം കണക്കുകൾ ചോദിക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ കണക്കുകൾ 650 ബില്യൺ ഡോളേഴ്സിന്റെ ബിസിനസ്സാണ് ലോകമെമ്പാടും നടന്നത്. അപ്പൊ അതിൽ കേരളത്തിന്റെ എന്താണ് നമ്മുടെ സാധ്യത? വളരെ ഒരു -1% മാത്രം നമ്മുടെ ഒരു ഇപ്പോഴത്തെ എക്സ്പോർട്ട്. തീർച്ചയായിട്ടും തായ്ലാന്റ് ഉൾപ്പെടെ വിയറ്റ്നാം ഉൾപ്പെടെ മറ്റു മേഖലകളിലൊക്കെ വലിയ നേട്ടങ്ങൾ നേടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അല്പം പിന്തള്ളപ്പെടുകയാണെന്നുള്ളൊരു നമ്മളിതിന്റെയൊക്കെ ഒരു വിജ്ഞാപന ആദ്യമേ നമ്മളിതെല്ലാം മേഖലകളിൽ തിരിക്കും. പിന്നീട് പിന്തലമുറകളിൽ നമ്മൾ പിന്തള്ളപ്പെടുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ആലപ്പുഴ ജില്ലയെ എസ്പെഷ്യലി പൊതുവെ കേരളത്തിനൊട്ടാകെ മാതൃകയാക്കി നമ്മൾ മുൻപന്തിയിൽ വരേണ്ടിയിരിക്കുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ കുടിയേറ്റം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ കയർ ഡയറക്ടറേറ്റ് ഡയറക്ടർ ഇൻചാർജ് TO ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ടെക് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ OI ഷൺമുഖ സുന്ദരം മുഖ്യ പ്രഭാഷണം നടത്തി. കയർ ഫെഡ് ചെയർമാൻ TK ദേവകുമാർ, കയർ കോർപ്പറേഷൻ ചെയർമാൻ G വേണുഗോപാൽ, ഫിസിയ ചെയർമാൻ റൂബി ഫ്രാൻസിസ്, PN സുധീർ, ബിജു കുര്യൻ, M കുമാരസ്വാമിപിള്ള, അമ്പളി, സ്മിത ജേക്കബ്, M സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കയർ ബോർഡ് റീജിയണൽ ഓഫീസർ ഇൻചാർജ് K ശിവൻ ചടങ്ങിന് സ്വാഗതവും എക്സ്റ്റൻഷൻ സർവീസ് ഓഫീസർ PN ബാബു നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് കയർ മേഖലയിലെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ഡോക്ടർ S രാധാകൃഷ്ണൻ, M കുമാരസ്വാമിപിള്ള, ഡോക്ടർ ആവേശ് രഘുവരൻ, സുമി സെബാസ്റ്റ്യൻ, ഡോക്ടർ വിവേക് പ്രസാദ് ഷാ, ഡോക്ടർ HP സുമംഗല എന്നിവർ ക്ലാസ് നയിച്ചു. സംസ്ഥാനത്തെ ജയിലുകളിൽ ജൈവ കർഷകരുടെ മക്കളില്ല എന്നത് ജൈവ കർഷകരുടെ മഹത്വമെന്ന് ചലച്ചിത്ര താരവും കർഷകനുമായ അനൂപ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നൽകി വരുന്ന സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്കുള്ള പുരസ്കാര വിതരണ ചടങ്ങായ അക്ഷയശ്രീ അവാർഡ് 2024 ഉദ്ഘാടനവും പുരസ്കാരദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ജയിലുകളിൽ ജൈവ കർഷകരുടെ മക്കളില്ല എന്നതാണ് ജൈവ കർഷകരുടെ മഹത്വമെന്ന് ചലച്ചിത്ര താരവും കർഷകനുമായ അനൂപ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നൽകി വരുന്ന സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്കുള്ള പുരസ്കാര വിതരണ ചടങ്ങായ അക്ഷയശ്രീ അവാർഡ് 2024 ഉദ്ഘാടനവും പുരസ്കാരദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനോട് മല്ലടിച്ച് മണ്ണിനെ ജീവന തുല്യം സ്നേഹിച്ച് മണ്ണിൽ പൊന്നുവിളയിക്കുന്ന ജൈവ കർഷകന്റെ കുടുംബത്തിലെ ഒരംഗം പോലും വൃദ്ധസദനങ്ങളിൽ ഉണ്ടാകില്ല എന്നതും ജൈവ കർഷകർക്ക് അവകാശപ്പെടാനുള്ള മഹത്വമാണെന്നും
ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ ചെറുക്കാൻ ജൈവ കൃഷി വ്യാപനം അനിവാര്യമാണെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു. വയലും വായനശാലയും പുത്തൻ തലമുറക്ക് അന്യമാകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ ആകെ ജൈവകൃഷിയിലേക്ക് നയിക്കുന്നതിനായി കഴിഞ്ഞ 16 വർഷക്കാലമായി പ്രയത്നിക്കുന്ന ഇൻഫോസിസ് സഹസ്ഥാപകനും സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ട്രസ്റ്റിയുമായ SD ശിവലാലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ തീർത്തും മാതൃകാപരമാണെന്നും അനൂപ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഒരു ജൈവ കർഷകന്റെ മകൻ പോലും ഇന്ന് കേരളത്തിന്റെ ഒരു ജയിലിലുമില്ല എന്നുള്ളതാണ് ജൈവ കർഷകന്റെ ഒരു മഹത്വം. ഒരു ജൈവ കർഷകന്റെ വീട്ടിലെ വൃദ്ധന്മാർ ഒരാളും അനാഥാലയത്തിലില്ല എന്നുള്ളതാണ് ജൈവ കർഷകന്റെ മഹത്വം. കൃഷി എന്ന വാക്കിന്റെ അർത്ഥം, കൃ എന്ന സംസ്കൃത ധാതുവിന്റെ അർത്ഥം കർമ്മം എന്നും ഋഷി എന്ന് പറഞ്ഞാൽ സന്യാസി എന്നുമാണ്. അപ്പൊ സന്യാസിയുടെ കർമ്മമാണ് കൃഷി, സന്യാസിയുടെ കർമ്മം എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി കുമാരി ശിവലാൽ ചടങ്ങിൽ അധ്യക്ഷയായി. ഫൗണ്ടേഷൻ ട്രസ്റ്റി പ്രൊഫസർ എസ് രാമാനന്ദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പുരസ്കാര കമ്മിറ്റി കൺവീനർ KV ദയാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ NT റജി, ഫൗണ്ടേഷൻ കമ്മിറ്റി അംഗം ഡോക്ടർ KN ജയചന്ദ്ര ബാബു, B രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് മെഹബൂബ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് അക്ഷയശ്രീ സംസ്ഥാന പുരസ്കാരത്തിന് അർഹയായ മലപ്പുറം സ്വദേശിനി PT സുഷമയ്ക്ക് ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ പുരസ്കാരം വിതരണം ചെയ്തു. തുടർന്ന് സംസ്ഥാനത്തെ ഓരോ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച ജൈവ കർഷകർക്കുള്ള അക്ഷയശ്രീ ജില്ലാതല അവാർഡും ഔഷധ കൃഷി, മട്ടുപ്പാവ് കൃഷിക്കുള്ള പുരസ്കാരമടക്കം ചടങ്ങിൽ വിതരണം ചെയ്തു. ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി കുമാരി ഫരീദ ഫിറോസിനും സെന്റ് ജോസഫ്സ് LPSലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാദിയ ഫിറോസിനുമാണ് മട്ടുപ്പാവ് കൃഷിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിന്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ആലപ്പുഴ കൈതവന റോട്ടറി പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങ് റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജിൻസി റോജസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിന്റെ 2024-25 വർഷത്തെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ചലച്ചിത്ര താരവും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ പ്രമോദ് വെളിയനാട്, മാധ്യമപ്രവർത്തകൻ റോയി കൊട്ടാരച്ചിറ, അയൺമാൻ ഡോക്ടർ രൂപേഷ് സുരേഷ് എന്നിവർക്ക് വൊക്കേഷണൽ എക്സലൻസ് അവാർഡും, സാന്തോം സ്പെഷ്യൽ സ്കൂളിലെ സിസ്റ്റർ ലിൻഡയ്ക്ക് വുമൻ ദി ഗ്രേറ്റ് അവാർഡും, കുട്ടിക്കർഷകർക്കുള്ള ഈ വർഷത്തെ ലിറ്റിൽ ഗ്രീൻ ഹാൻഡ്സ് അവാർഡ് ഫരീദ ഫിറോസിനും ഫാദിയ ഫിറോസിനും ചടങ്ങിൽ സമ്മാനിച്ചു. വനിതകൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി അപൂർവ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും ജനറൽ സെക്രട്ടറി ഹസീന നൌഷാദിനെയും ചടങ്ങിൽ ആദരിച്ചു. ആലപ്പുഴ കൈതവന റോട്ടറി പാർക്കിൽ സംഘടിപ്പിച്ച പുരസ്കാരദാന ചടങ്ങിന്റെ ഭാഗമായുള്ള സമ്മേളനം റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ ആലപ്പി ഗ്രേറ്റർ എന്ന പേര് ഞാനാണ് ഇട്ടുകൊടുത്തത്. പക്ഷേ ഇന്ന് they have exemplified that they are a greater club. So that means എപ്പോഴും ഈ ജിം കോളിൻസിന്റെ ഒരു ബുക്കുണ്ട് ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എനി കമ്പനി ക്യാൻ ബി എ ഗുഡ് കമ്പനി, but to become a good company, from a good company to a great company is a Herculean task. It is not easy. It is the most difficult part to become to transform themselves from a good company to a great company. So congratulations, and each one of the president and especially the serving president, congratulations to Jinsi Rojas and റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഗ്രേറ്റർ പ്രസിഡന്റ് ജിൻസി റോജസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഗവർണർ KS ഗംഗാധര അയ്യർ, അഡ്വക്കേറ്റ് പ്രദീപ് കുട്ടാല, ലോബി വിദ്യാധരൻ, KG ഗോപകുമാർ, ശ്രീജ ഗിരീഷ്, ലക്ഷ്മി ലോബി, മിനി പ്രദീപ്, കൃഷ്ണ ഹരികുമാർ, ടിനി ടോബി, സ്മിത ഷാജി, അർച്ചന രംഗനാഥ്, ധന്യ സിബി, ഷൈനി ബിജു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ 117ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു. 18 ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗനവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ 117ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. സ്വകാര്യ വ്യക്തിയിൽ നിന്ന് 6 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ 3 സെന്റ് സ്ഥലത്താണ് അംഗനവാടി നിർമ്മിക്കുന്നത്. പഞ്ചായത്തിന്റെ 8.5 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് 9.5 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 18 ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗനവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്.
എച്ച് സലാം MLA കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ സ്വന്തമായി സ്ഥലമുള്ള എല്ലാ അംഗനവാടിക്കും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഒരു വലിയ പദ്ധതിയാണ് നടപ്പാക്കി വരുന്നത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും സ്വന്തമായി സ്ഥലമുള്ള അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിക്കുക എന്നത് MLA എന്ന നിലയ്ക്ക് ഞാനും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായൊരു സ്കീം ശിശു സൗഹൃദം അമ്പലപ്പുഴ എന്ന പേരിൽ നടപ്പാക്കി വരികയാണ്. ആ സ്കീമിൻ്റെ ഭാഗമായി MLA ഫണ്ടിൽ നിന്ന് മാത്രമായി പുറക്കാട് പഞ്ചായത്തിലേക്ക് ഇപ്പോൾ 3 അംഗനവാടിക്ക് 20 ലക്ഷം രൂപ വീതം ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കെട്ടിടം ഇപ്പോൾ പൂർത്തീകരിച്ചു. ഒരെണ്ണം ഇപ്പോൾ അനുവദിച്ചത് 4-ാം വാർഡ് ഇവിടെ തന്നെയാണല്ലേ, 4-ാം വാർഡിലും അതുപോലെ 8-ാം വാർഡിലും. പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രിയ അജേഷ്, അഡ്വക്കേറ്റ് VS ജിനുരാജ്, ICDS സൂപ്പർവൈസർ സന്ധ്യ വേണുഗോപാൽ, കാവ്യ, CDS അംഗം ജയശ്രീ, ADS പ്രസിഡന്റ് സിബി ജയൻ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗനവാടി അധ്യാപകർ, ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. എച്ച് സലാം MLA ശ്രവണ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. 4,80,000 രൂപ ചെലവിൽ 28 വയോജനങ്ങൾക്കാണ് ശ്രവണ സഹായികൾ നൽകിയത്. എച്ച് സലാം MLA ശ്രവണ സഹായിയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 4 നൂറ്റാണ്ട് കഴിഞ്ഞു ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തിലെയും ഓരോ പ്രദേശത്തിലെയും ജനങ്ങൾക്കനുസരിച്ച്, അവരുടെ തൊഴിലിനനുസരിച്ച്, അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച്, അവരുടെ ആവശ്യമനുസരിച്ച് പദ്ധതി രൂപീകരിക്കാനും അത് കൃത്യമായി നടപ്പിലാക്കി ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് നേരിട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ജനകീയ ആസൂത്രണ പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഗുണം. ആ സാധ്യതയെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പുന്നപ്ര സൗത്ത് ഗ്രാമപഞ്ചായത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ ഒരു ചടങ്ങിൽ ഞാനും പങ്കെടുത്തു. ആ ചടങ്ങിൽ അവിടെ കന്നഡ വിതരണമാണ് നടത്തിയത്. അത് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും കുട്ടികളുടെ കാഴ്ച പരിശോധിച്ചു. സാധാരണ ആരും പെട്ടെന്ന് കുട്ടികളുടെ കാഴ്ച പരിശോധിക്കാറില്ല. അപ്പൊ പ്രായം ചെല്ലുമ്പോൾ നമുക്ക് കാഴ്ച വാങ്ങുമ്പോൾ നമ്മൾ പോയി പരിശോധിക്കുകയും കന്നഡ വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. 111 നമ്പർ അംഗനവാടിയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, അംഗങ്ങളായ A നസീർ, J സിന്ധു, ICDS സൂപ്പർവൈസർ ജീന വർഗീസ്, M രഞ്ജുമോൾ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുസ്ഥിര വികസനത്തിനായി പരമ്പരാഗത കയർ വ്യവസായത്തിന്റെ സ്പിന്നിംഗ് മേഖലയുടെ ആധുനികവൽക്കരണം എന്ന വിഷയത്തെ അധികരിച്ച് മേഖലാ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ ജയിലുകളിൽ ജൈവ കർഷകരുടെ മക്കളില്ല എന്നതാണ് ജൈവ കർഷകരുടെ മഹത്വമെന്ന് ചലച്ചിത്ര താരവും കർഷകനുമായ അനൂപ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അക്ഷയശ്രീ അവാർഡ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഗ്രേറ്ററിന്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ആലപ്പുഴ കൈതവന റോട്ടറി പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങ് റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജിൻസി റോജസ് ചടങ്ങിൽ അധ്യക്ഷയായി. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ 117-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ MLA എച്ച് സലാം കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു. 18 ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് അംഗനവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA എച്ച് സലാം ശ്രവണ സഹായി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.